ആദിമശ്ലൈഹിക സഭ തീക്ഷ്ണമായ വചനപ്രഘോഷണത്തിലും അപ്പം മുറിക്കലിലും കൂട്ടായ്മയിലും പ്രബോധനത്തിലും വളർന്നു വന്നു. സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മിശിഹായുടെ സഭ വ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ വചനം പ്രസംഗിക്കുന്നതിനും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും ശ്ലീഹന്മാർ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇതിന് പരിഹാരമെന്നോണം എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും ശ്ലീഹന്മാരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതിനായി 7 മിശുംശാനമാരെ അഥവാ ഡീക്കന്മാരെ പരിശുദ്ധ റൂഹായുടെ സഹായത്താൽ ശ്ലീഹന്മാർ തെരഞ്ഞെടുത്തു. ഇങ്ങനെയാണ് സഭയിൽ ഡീക്കന്മാരുടെ സേവന പശ്ചാത്തലം ആരംഭിച്ചത്. പരിശുദ്ധ കത്തോലിക്ക സഭ ശംശാനമാരുടെ സേവനം വ്യത്യസ്തമായ മേഖലകളിലൂടെ ഇന്നും തുടരുന്നു. ശ്രീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റുഹായുടെ സഹായത്താൽ യുപദ്യാജ്ഞാർത്ഥികൾ ശംശാനയായി ഉയർത്തപ്പെടുന്നു. ഔദ്യോഗികമായി മദ്ബഹ ശുശ്രൂഷികളാവുന്നതിനും എങ്കർത്ത അഥവാ ലേഖനം വായിക്കുന്നതിനും ദയമായുള്ള ഗാവുത്താകൾ അഥവാ പീഠത്തിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുന്നതിനും വിശുദ്ധിയോടും ഭയഭക്തിയോടും കൂടെ കാർമ്മികനൊപ്പം മദ്ബഹായിൽ പ്രവേശിക്കാനും പരിശുദ്ധ റാസെ ഖന്തീസെ അഥവാ പരിശുദ്ധ രഹസ്യങ്ങൾ അഥവാ പരിശുദ്ധ കുർബാനയിൽ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും പെസഹ്സായിലിന് അഥവാ ഉപപീഠങ്ങൾ ഒരുക്കുന്നതിനും അവ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നതിനും ശംശാനപ്പട്ടക്കാരന് തിരുസഭ നൽകിയിരിക്കുന്ന ശുശ്രൂഷ മേഖലയാണ്.